സ്റ്റുഡൻറ് വിസയിൽ നാടുവിടുക, വിദേശത്ത് പോയി പണിയെടുത്ത് പഠിച്ച് ജോലി മേടിക്കുക. ന്യൂ ജനറേഷൻ്റെ മാത്രമല്ല 30 വയസ്സിൽ താഴെയുള്ള യുവാക്കളുടെ ജീവിത ലക്ഷ്യങ്ങളിലൊന്നാണിത്. +2 അല്ലെങ്കിൽ ഡിഗ്രി വരെ. അത് കഴിഞ്ഞ് നാട്ടിൽ നിൽക്കുന്ന കാര്യം ആലോചിക്കാൻ പോലും പലർക്ക് സാധിക്കില്ല. ജോലി സാധ്യതകൾ തേടിയാണ് വിദേശത്ത് പോകാൻ ആളുകൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ എവിടേക്ക് പോകണം എന്നതാണ് മിക്കവരുടെയും ഏറ്റവും വലിയ കൺഫ്യൂഷൻ. വളരെ കുറഞ്ഞ ശതമാനം ആളുകൾ ഒഴികെ മറ്റുള്ളവർ ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്യുക, പാർട്ട് ടൈം ജോലി കണ്ടെത്തുക, പഠനം പൂർത്തിയാക്കുക, മികച്ച ജോലിക്ക് കയറുക എന്ന രീതിയിലാണ് പോകുന്നത്. അതേസമയം പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മികച്ച കോഴ്സുകൾ കണ്ടെത്തി അത് പൂർത്തീകരിച്ച് കരിയർ കണ്ടെത്തുന്നവരും കുറവല്ല. അപ്പോഴും എല്ലാവരെയും കുഴപ്പിക്കുന്നത് വിദേശ പഠനത്തിന് ഏത് രാജ്യം തിരഞ്ഞെടുക്കണം എന്നതാണ്. വിദേശ പഠനവും അത് കഴിഞ്ഞ് അവിടെ തന്നെ മികച്ച ജീവിതവും ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ചെലവിൽ പൂർത്തിയാക്കാൻ പറ്റുന്ന കോഴ്സ് എന്നതിനേക്കാൾ നിങ്ങൾക്ക് അനുയോജ്യമായ ഭാവിയിൽ ഒരു കരിയർ സ്വന്തമാക്കാൻ സാധിക്കുന്ന കോഴ്സ് വേണം തിരഞ്ഞെടുക്കുവാൻ. അതിനായി രാജ്യം തിരഞ്ഞെടുക്കുമ്പോൾ അവിടുത്തെ ജീവിത നിലവാരം, പഠിക്കുന്ന കോഴ്സിൻ്റെ സാധ്യതകൾ എന്നിങ്ങനെ നിരവധി കാര്യങ്ങളും ചിന്തിക്കണം. ഇതാ ഉപരിപഠനത്തിനായി സ്റ്റുഡൻറ് വിസ നൽകുന്ന ഏറ്റവും മികച്ച 5 രാജ്യങ്ങൾ പരിചയപ്പെടാം. ഉന്നത വിദ്യാഭ്യാസത്തിനായി ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് UK. ആദ്യകാലങ്ങളിൽ വളരെ കർശനമായ വ്യവസ്ഥകളാണ് സ്റ്റുഡൻറ് വിസ ലഭിക്കുവാൻ വേണ്ടിയിരുന്നത്. എന്നാൽ നിലവിൽ നിയമങ്ങളൊക്കെ പരിഷ്കരിച്ചിരിക്കുകയാണ്. ബിരുദാനന്തര ബിരുദത്തിനായി UK എത്തുന്നവർക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സർവകലാശാലകളിൽ പഠനം പൂർത്തിയാക്കാം. തിരഞ്ഞെടുക്കുന്ന കോഴ്സിൻ്റെ കാലാവധി ആയിരിക്കും വിസയുടെ കാലാവധി. അത് കഴിഞ്ഞ് ജോലി കണ്ടെത്താനായി രാജ്യത്ത് തുടരുവാൻ നിശ്ചിത വർഷത്തേക്ക് സ്റ്റേ ബാക്ക് ഓപ്ഷനും രാജ്യം നൽകുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റും രാജ്യത്ത് താമസിക്കാൻ ആവശ്യമായ ഫണ്ടുണ്ടെന്ന തെളിവും ഹാജരാക്കണം. കൂടാതെ സ്റ്റുഡൻറ് വിസയിൽ ആഴ്ചയിൽ 20 മണിക്കൂർ പാർട്ട് ടൈം ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കാനും സാധിക്കും. വിദ്യാർത്ഥികൾ പോകാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു പ്രധാന രാജ്യമാണ് കാനഡ. മികച്ച കോഴ്സുകൾ, ജീവിത രീതി, ജോലി സാധ്യത എന്നിങ്ങനെ നിരവധി കാരണങ്ങൾ ഇതിനുണ്ട്. കാനഡ നൽകുന്ന സ്റ്റഡി പെർമിറ്റ് വഴിയാണ് വിദേശ വിദ്യാർത്ഥികൾക്ക് കാനഡയിൽ വരാൻ സാധിക്കുക. ഇതുകൂടാതെ പഠനം കഴിഞ്ഞ് ജോലി നോക്കുന്നതിന് പോസ്റ്റ് സ്റ്റഡി വിസയും കാനഡ നൽകുന്നു. കോഴ്സിൻ്റെ കാലാവധിയാണ് സ്റ്റുഡൻറ് വിസയുടെ കാലാവധി. അത് കഴിഞ്ഞ് 3 മാസം കൂടി രാജ്യത്ത് തുടരാം. ഇതുകൂടാതെ ആഴ്ചയിൽ 20 മണിക്കൂർ പാർട്ട് ടൈം ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കാനും സാധിക്കും. വളരെ സുതാര്യമായ വിസ നടപടികളുള്ള രാജ്യമാണ് ഓസ്ട്രേലിയ. ഇവിടേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് സബ് ക്ലാസ് 500 വിസയാണ് അനുവദിക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന കോഴ്സ് അനുസരിച്ച് 4 മുതൽ 5 വർഷം വരെ സാധുത ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ് വിസയ്ക്കുണ്ട്. 4 ആഴ്ചയാണ് വിസ നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ട സമയം. പഠനത്തിനും ശേഷം പരിധിയില്ലാതെ ജോലി ചെയ്യുവാനും സാധിക്കും. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്ന മറ്റൊരു രാജ്യമാണ് ന്യൂസിലാൻഡ്. അംഗീകാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തുടർ പഠനം നടത്താൻ അനുവദിക്കുന്നതാണ് ഇവിടുത്തെ സ്റ്റുഡൻറ് വിസ. പഠനത്തിന് ശേഷം പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ വഴി ജോലി കണ്ടെത്താനും ചെയ്യുവാനും അനുമതിയുണ്ട്. തിരഞ്ഞെടുക്കുന്ന കോഴ്സ് അനുസരിച്ച് 4 വർഷം വരെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് വിസ ലഭിക്കും. സർവകലാശാലയിൽ നിന്ന് ലഭിക്കുന്ന ഓഫർ ലെറ്റർ, രാജ്യത്ത് താമസിക്കാൻ ആവശ്യമായ ഫണ്ടുണ്ടെന്ന തെളിവ്, ഇംഗ്ലീഷ് ഭാഷയിലെ പ്രാവീണ്യവും തെളിയിക്കണം. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായി തിരഞ്ഞെടുക്കുന്ന രാജ്യമാണ് ജർമ്മനി. കുറഞ്ഞ ചെലവ്, മികച്ച കോഴ്സുകൾ എന്നിങ്ങനെ നിരവധി കാരണങ്ങളുണ്ട് രാജ്യം തിരഞ്ഞെടുക്കുവാൻ. ശരാശരി 25 ദിവസമാണ് നിങ്ങളുടെ സ്റ്റുഡൻറ് വിസ പ്രോസസ്സിങ്ങിനായി എടുക്കുന്ന സമയം. കൂടാതെ വിസ കാലാവധി കഴിഞ്ഞാൽ സ്റ്റുഡൻറ് വിസ റിന്യൂവൽ എന്ന പേരിൽ 9 മാസം വരെ വിസ നീട്ടിയെടുക്കുവാനും സാധിക്കും.